ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ഹബീബ ബീവി ആ പദവിയിലേക്ക് എത്തുന്ന മുഹൂർത്തമാണ് തൊട്ടടുത്തുള്ളത്. ഇന്നലെ വരെ കരഞ്ഞിരുന്ന ഉമ്മു ഹബീബ ബീവി മാറോട് ചേർത്ത് കിടത്തി താരാട്ട് പാടിക്കൊടുക്കുന്നു ഹബീബ മോൾക്ക്. കരയുന്നുണ്ട് ഉമ്മു ഹബീബ ബീവി. ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട ബാപ്പ മക്ക മുശ്രിക്കീങ്ങളുടെ നേതാവ്, ഇപ്പുറത്താണെങ്കിൽ ഇസ്ലാമിലേക്ക് വരികയും എത്യോപ്യയിലേക്ക് എത്തിയപ്പോൾ മതപരിവർത്തനം നടത്തിയിട്ട് ക്രിസ്ത്യാനി മതം സ്വീകരിക്കുകയും ചെയ്ത ഭർത്താവ്. രണ്ടുപേരും എന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ പൈതലാണുള്ളത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് കഥകിന് മുട്ടുന്ന ശബ്ദം കേട്ടത്. നജ്ജാശി രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കത്തുമായിട്ട് അടിമപ്പെണ്ണ് വന്നു അബ്രഹത്ത്. കത്ത് വായിച്ചപ്പം കരഞ്ഞിരുന്ന സുന്ദരിയായ നല്ല മുഞ്ചുള്ള ഉമ്മു ഹബീബ ബീവിയുടെ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോൾ അബ്രഹത്തും ചിരിച്ചു. എനിക്ക് സമ്മതമാണ്. കത്തിലുള്ളത് മുത്തുനബി നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അറിയിക്കണം. റസൂലുള്ളാഹ് ഈ ഉമ്മു ഹബീബ ബീവിയെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ടത് അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പേരിൽ ഉമ്മു ഹബീബ ബീവി പ്രയാസപ്പെടരുത് എന്നുള്ള ആലോചനകളായിരുന്നു മുത്തുനബിയെ ഉമ്മു ഹബീബ ബീവി എന്ന റംല ബീവിയെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുത്തിയത്. നജ്ജാശി രാജാവിനും സന്തോഷം. കൊട്ടാരം അലങ്കരിക്കുന്നു. അങ്ങനെ ഖാലിദ് ബിൻ സഈദ് എന്ന് പറയുന്ന സ്വഹാബിയാണ് അവിടെ വക്കാലത്തുമായിട്ട് വന്നത്. നമ്മുടെ ഈ കോവിഡ് കാലത്തൊക്കെ ഭർത്താവ് വിദേശത്തും ഭാര്യ സ്വദേശത്തും, അതല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ബാപ്പ വലിയ വിദേശത്തും കല്യാണം കഴിക്കേണ്ട സൗജും അതുപോലെ തന്നെ കല്യാണം കഴിപ്പിക്കേണ്ട സൗജത്ത് പെണ്ണും നാട്ടിൽ. ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വക്കാലത്ത് കൊടുക്കുന്നൊരു സാഹചര്യം പണ്ടേ ഉണ്ടല്ലോ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വക്കാലത്തുമായിട്ട് ഖാലിദ് ബിൻ സഈദ് വന്നു. നജ്ജാശി രാജാവിൻ്റെ കാർമ്മികത്വത്തിൽ നിക്കാഹ് നടന്നു. സാധാരണ ഭാര്യമാർക്ക് നിക്കാഹിൻ്റെ സമയത്ത് റസൂലുള്ളാഹി കൊടുക്കുന്ന മഹറായിട്ടുള്ള 400 ദിർഹം അത് നജ്ജാശി രാജാവും കൊടുക്കുകയും ചെയ്തു. കല്യാണം നടന്നു. ഇതുവരെ ഇല്ലാത്ത കല്യാണത്തിൻ്റെ സന്തോഷം. കൊട്ടാരത്തിൽ വളരെ രാജകീയമായ പ്രൗഢിയോടുകൂടിയുള്ള ഭക്ഷണ വിതരണവും സദ്യയും ഒക്കെ നടന്നു. സന്തോഷമുള്ള ദിനങ്ങൾ. ഇനി മദീനയിലേക്ക് പോകണം. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണണം, റസൂലുള്ളാഹിനെ കാണണം. ഹബീബിനെ കാണാൻ ഉമ്മു ഹബീബ ബീവി ആഗ്രഹിച്ചു. 2 കപ്പലുകളിലായിട്ട് രണ്ടാമത്തെ തവണ എത്യോപ്യയിലേക്ക് ഹിജറ വന്ന ആളുകളൊക്കെ മദീനയിലേക്ക് യാത്ര തിരിച്ചു. അവർ വന്നത് മക്കത്താണെങ്കിലും തിരിച്ചു പോകുന്ന മദീനയിലേക്കാണ്. മദീനയിലേക്ക് എത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഖൈബറിലായിരുന്നു. നോക്കണം നിങ്ങൾ, ഒരു കല്യാണത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ റസൂലുള്ളാഹിക്ക് സമയമില്ല. അപ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ റസൂലുള്ളാഹിയും സ്വഹാബത്തും പ്രതിരോധത്തിൻ്റെ മേഖലയിലാണ്. മുത്തുനബി പോയിരിക്കുന്നു. പക്ഷേ ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാർ ഉമ്മു ഹബീബ ബീവിയെ സ്വീകരിച്ചു, സൽക്കരിച്ചു. വളരെ സന്തോഷമുള്ള ജീവിതം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള റാഹത്തുള്ള ജീവിതം. അതിൻ്റെ ഇടയിൽ അബൂ സുഫിയാൻ ഇടക്കിടക്ക് മകളെ കണ്ടിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ കൊല്ലരുത്, കാരണം ഇപ്പോൾ അബൂ സുഫിയാന് പേടിയുണ്ട്. മുഹമ്മദ് നബി മക്കയും മദീനയും അത്യാവശ്യം ആളുകളുള്ള ഒരു നേതാവായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ അണികൾ വളരെ കുറവാണ്. ഇനി എന്തും സംഭവിക്കാം. റസൂലുള്ളാഹി വന്നിട്ട് കൊല്ലുമോ എന്ന് പേടിയൊക്കെ ഉണ്ട്. പലതവണ വന്നു. ഒരു ദിവസം മകളുടെ സമീപത്ത് രാത്രി പാത്തും പതുങ്ങിയും വന്നിട്ട്, നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറയണം, ഞാൻ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞു. ഉമ്മു ഹബീബ ബീവി പറഞ്ഞു, നിങ്ങൾ നേരിട്ട് റസൂലുള്ളാഹിനോട് പറയേണ്ടത് പറയാം. പക്ഷേ വന്നിരുന്ന സമയത്ത് റസൂലുള്ളാഹി ഇരിക്കുന്ന ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ മീതെ ഒരു വിരിപ്പുണ്ടായിരുന്നു. ബാപ്പ വന്ന് അവിടെ ഇരിക്കാൻ പോകുമ്പോഴേക്ക് ആ വിരിപ്പെടുത്ത് മാറ്റിക്കളഞ്ഞു. കാരണം അവിശ്വാസിയായ ബാപ്പാക്ക് വിശ്വാസികളുടെ നേതാവായ മുത്തുനബി ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റൂല എന്നുള്ള അത്രയും ഒരു സൂക്ഷ്മതയും ബഹുമാനവും ഉമ്മു ഹബീബ ബീവി കാട്ടിയിരുന്നു. ഏതായിരുന്നാലും ഉമ്മു ഹബീബ ബീവി വളരെ സന്തോഷത്തോടെ റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിക്കുന്നു. അവസാനം മക്കം ഫതഹിൻ്റെ അന്ന് അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, ഇസ്ലാം മതം വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഏകദേശം ഹിജറ 44-ാം വർഷം, ഏകദേശം 73-ാമത്തെ വയസ്സിൽ ഉമ്മു ഹബീബ ബീവി ലോകത്തോട് വിട പറയുന്നു. ജന്നത്തുൽ ബഖീയിൽ നമ്മൾ കയറിപ്പോകുമ്പോൾ തന്നെ വലതുഭാഗത്ത് നമ്മുടെ ഉമ്മമാരായ ആയിഷ ബീവിയും ഹഫ്സ ബീവിയും അതുപോലെ തന്നെ റംല ബീവി, നമ്മുടെ ഉമ്മു ഹബീബ ബീവി അടക്കമുള്ള മഹദിമാരൊക്കെ കിടക്കുന്ന ആ സ്ഥലം അവിടെയാണ്. അല്ലാഹു തആല പലതവണ നമ്മളവിടെ എത്തിക്കട്ടെ. ഏതായിരുന്നാലും ഉമ്മു ഹബീബ ബീവി ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെയധികം അന്വേഷണത്വരെയുള്ള അറിവിനോട് താല്പര്യമുള്ള മുത്തുനബിയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ പഠിക്കുകയും റിപ്പോർട്ടും ചെയ്തിട്ടുള്ള ഉമ്മു ഹബീബ ബീവി നമുക്ക് തരുന്നൊരു മെസ്സേജ് ഉണ്ട്. റസൂലുള്ളാഹിയിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യമുണ്ട്.
ഒരാൾ രാവിലും പകലിലുമായിട്ട് 20 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വീടെടുത്ത് കൊടുക്കുമെന്ന്. ഈ ഹദീസ് പഠിച്ചത് മുതൽ ഉമ്മു ഹബീബ ബീവി ഒരു ദിവസം പോലും ആ 20 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന മെസ്സേജുകൾ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ പകർത്തിയിട്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായിട്ട് മരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉമ്മമാരുടെ ചാരത്തേക്ക് എത്താനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.